Hey guys. ഓ ഗൈസ്, അപ്പം എൻ്റെ റാപ്പേഴ്സ് ലൈഫിൻ്റെ അടുത്ത വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഗൈസ്, ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഇപ്പോൾ 12 മണിക്കാണ് ഒമേഗിൾ വീഡിയോ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒമേഗിൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പണ്ടത്തെ പോലെ. അപ്പോൾ ഒമേഗിൾ വീഡിയോ ഇപ്പോൾ ഇടുന്നുണ്ട്. രാത്രി 12 മണിക്കാണ് ഇടുന്നത് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പം രാവിലെ അതിൻ്റെ എഡിറ്റിംഗ് ചെയ്യുന്നത് നമ്മുടെ ബോയിയാണ്. ബോയിയുടെ പേരാണ് കാർട്ടി. ഹായ് ഗൈസ്. കാർഡി അല്ല, കാർട്ടി. പശുവിന് കൊടുക്കണ കാടി എന്നൊന്നും വിചാരിച്ചു കളയില്ല. ചെറുക്കൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പോയാണ്. എങ്ങനെ ഉണ്ടായിരിക്കും ഫുട്ടേജ്? രാവിലെ മൈക്ക് എടുത്ത് കണക്ട് ചെയ്ത് മൈക്കിൽ പറയാമെന്ന് വിചാരിച്ചു. മൈക്കിൽ ചാർജില്ല. അപ്പം ഞാൻ വിചാരിച്ച് ചുമ്മാ ഇങ്ങനെ നാച്ചുറലി പറയാമെന്ന് വിചാരിച്ച് ഐഫോണിൻ്റെ മൈക്കിൽ കിട്ടട്ടെന്ന് വിചാരിച്ച്. അപ്പം ഗൈസ്, അപ്പോൾ ഇതാണ് ഇന്നത്തെ പരിപാടി. ഇന്ന് ഇതേപോലെ ഒമേഗിൾ വീഡിയോ ഉണ്ട് വൈകുന്നേരം. അതേപോലെ തന്നെ ഉച്ചയ്ക്ക് ഇനിയിപ്പോൾ ഷൂട്ടുണ്ട്. ഞാൻ ഒരു ട്രാക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, 4 Hour എന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ അധികം പ്രൊമോട്ടൊന്നും ചെയ്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് റീൽസായിട്ടൊക്കെ പ്രൊമോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് അതിൻ്റെ ഷൂട്ടുണ്ട് ഇത് ഉച്ചയ്ക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ ജിമ്മുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഒമേഗിൾ റിലീസ് ചെയ്യണം. എന്ത് കഷ്ടപ്പാടാണല്ലേ. ലെറ്റ്സ് ഗോ. ഡേയ്, ഇത് വൈറലാവൂ? ആവൂ ഉറപ്പായിട്ടും. ഇതല്ല വീഡിയോ അല്ല, എഡിറ്റ് ചെയ്യാനേ ഉള്ളൂ. ടൈം തരുമോ? തരാം. ടൈം മതിയാ. ഇതിപ്പോ എവിടെ എടുക്കുന്നത്? അതിന് ഫൈലിൻ്റെ അകത്തുണ്ടാ പൊട്ടാ. ഹേ ഗൈസ്, അങ്ങനെ ഒരു സോങ്ങിൻ്റെ ചെറിയൊരു പ്രൊമോഷൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ കുറച്ച് ചെറുക്കന്മാരെ കണ്ടിട്ടുണ്ട്. അതിൽ നിനക്കല്ലേ എന്നെ അറിയാന്നുള്ള? ഈ പയ്യൻ എന്നെ അറിയാം. അവൻ കുറേ പയ്യന്മാരെ വിളിച്ചോണ്ട് വന്ന് എന്നെ നാണം കെടുത്തി. അവന്മാർക്ക് ആർക്കും എന്നെ അറിഞ്ഞൂടാ. ഇവനെന്നെ ഒട്ടും അറിഞ്ഞൂടാ. ബ്രോ ഹായ്. എന്നെ എല്ലാവർക്കും അറിയണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കണം കേട്ടാ. എന്നെ ആർക്കും അറിഞ്ഞൂടാ. എനിക്കും അറിഞ്ഞൂടാ ചില സമയത്ത് തന്നെ. ബ്രോ ഹായ്. പേരെന്താ? കൈ വേനിക്കുന്നു കേട്ടില്ല. ആദിൽ ഷാ. നീ കടിച്ചു തിന്നു. എന്ത് ചെയ്യണ്? പഠിക്കുന്നു. 10-ലാ? ഇനി 10-ല് പഠിക്കണ്ടേ? അപ്പം ഒന്നര പഠിക്കൂ? നന്നായിട്ട് പഠിക്കും. പറയൂല. ലൈനുണ്ടോ? സത്യം, പരമാർത്ഥം. എടീ, അവന് ലൈനുണ്ടോന്ന്? എവിടെ ലൈനുണ്ടെന്ന്? ബാംഗ്ലൂർ ലൈനുണ്ടോടാ? ബാംഗ്ലൂർ ലൈനുണ്ട്. ഉണ്ട്. സമീന. അപ്പോ ബാംഗ്ലൂരൊക്കെ നല്ല റീച്ച് ഉണ്ട്. അവളെ അപ്പനൊക്കെ എന്റെ ഫാനായിരിക്കും. ഏയ് തോന്നല. അവളപ്പന് നല്ല പ്രായം ഉണ്ടായിരിക്കും അല്ലേ? ഇപ്പഴാ? അല്ല, പ്രായമുള്ളവരൊക്കെ എന്റെ ഫാൻസ് ഉണ്ടടാ ഇഷ്ടം പോലെ. കാണും. ഗൈസ്, അവളപ്പ എൻ്റെ ഫോളോവർ ആണെങ്കിൽ പാവം ചെറുക്കന് കല്യാണം കഴിച്ചു കൊടുക്കണം. അത്ര കോൺഫിഡൻസോടെ ആ പയ്യൻ ലൈൻ ഉണ്ടെന്ന് പറയണം. അതും ബാംഗ്ലൂരിൽ അല്ലേ? ബാംഗ്ലൂർ ഉണ്ട്. നീ നല്ല ഹെവി ആയിരിക്കും വളർന്നു വരുമ്പോ. എത്ര പഠിക്കണേ? ഒരുമിച്ച് പഠിച്ചോണ്ടിരുന്നതിന് ഇപ്പൊ നമ്മള് മാറി. മാറാൻ തോന്നി, അതുകൊണ്ട് ലൈനില്ല. അന്നുമില്ല ഇന്നുമില്ല. ജനിച്ചത് ഇതുവരെ ഒരു പെണ്ണ് പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. മനസ്സിലാക്കണില്ല. നീ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നാ അവള് തിരിഞ്ഞു നോക്കി. ഞാൻ തിരിഞ്ഞു നോക്കാറുണ്ട്, പക്ഷെ എന്നെ നോക്കണ്ട്. വിഷമമാണ് കേട്ടാ, വിഷമം. വിഷമമുണ്ടാകും പെണ്ണ് നിന്നെ തിരിഞ്ഞു നോക്കാതെ. പിന്നെ വിഷമം കാണൂല്ലേ? നിന്റെ ഹെയർ സ്റ്റൈൽ മാറ്റാദ്യം. അത് വേറെ ഒന്നല്ല. ഈ ഇടയ്ക്ക് വെച്ചൊരു സ്ഥലത്ത് പഠിക്കാൻ വേണ്ടി പോയി. അപ്പം മുടി വെട്ടിയാലേ കയറ്റോളൂ എന്ന് പറഞ്ഞു. ഞാൻ പക്ഷെ അവിടെ നിന്നില്ല, തിരിച്ചോടി വന്നു. എന്ത് മുടി വെട്ടിയല്ല? മുടി വെട്ടിയാലേ കയറ്റുള്ളൂ. മുടി വെട്ടി പോയി, പക്ഷെ തിരിച്ചു വന്നു. എന്തിന് മുടി വെട്ടിട്ട് നീ പോയിട്ട് തിരിച്ചു വന്നു? എന്തിന്? എനിക്ക് അവിടെ നിൽക്കാൻ വേണ്ടി ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് വന്നു. അങ്ങനെ മുടി വെട്ടിയിട്ട് നീ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാന്ന് വിചാരിച്ചു പോയി, പക്ഷെ നടന്നില്ല. ഞാൻ അതിനു മുമ്പ് ഇത് മിഡ്ഫൈഡാണ് അടിച്ചത്. മിഡ്ഫൈഡ്. അങ്ങനെ എനിക്ക് കറക്റ്റ്. നിനക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് 15 വയസ്സ്. ഈ പ്രായത്തിൽ ഞാൻ മറ്റേ പൊടിക്രാ പഠിച്ചോണ്ടിരിക്കും. അവിടെ വീട്ടിൽ ഞാൻ അടി കൂടിയാണ് ഞാൻ മുടി വെട്ടണം എൻ്റെ ഇഷ്ടത്തിന്. ഇത് പൊടിക്രാപ്പി തന്നെ. ഇതേപോലെ ആർച്ചൊക്കെ വെട്ടി വിടും.
ആർച്ച് വെട്ടി അവസാനം എന്റെ മുടി മൊത്തം കയറി. ഓ ഗൈസ്, എടാ ഇങ്ങ് വാടാ, ഉള്ള ഇത് കൊള്ളാം കേട്ടോ അവനെ കാണാൻ. ഇങ്ങ് വാടാ, കൊള്ളില്ല ഇങ്ങ് വാ. ഹായ് ബ്രോ. ഹലോ. എന്നെ പറഞ്ഞിട്ട് മനസ്സിലായില്ല അവന്, എന്നെ കണ്ടിട്ട് അവന് മനസ്സിലായില്ല, പക്ഷെ എന്റെ പേര് കണ്ടപ്പോൾ അവന് മനസ്സിലായി. അതെ എനിക്ക് ആദ്യം കണ്ടു മനസ്സിലായില്ല, പിന്നെ എല്ലാവരും പറഞ്ഞു കേട്ട് പേര് കേട്ടപ്പോഴാണ് മനസ്സിലായത്. പിന്നെയാണ് വലിയ പുള്ളിയാണ് മനസ്സിലായത്. എന്തരി എനിക്ക് KGF ആണ് ഓർമ്മ. അണ്ണനാ അണ്ണായി. ഓക്കെ അപ്പം നന്നായിട്ട് പഠിക്കട്ടോ എല്ലാവരും. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. നന്നായിട്ട് പഠിക്കും. കല്യാണത്തിന് വിളിക്കോടെ? വിളിക്കാം. ഓക്കെ, താങ്ക് യു. നിന്റെ കല്യാണം നടക്കൂല? നടന്നില്ലെങ്കിൽ നടന്നില്ലെങ്കിൽ നടത്തും. വിളിച്ചിറക്കി കൊണ്ടുവരും. അല്ല, നീ അവനോട് നീ നടക്കൂലെന്നല്ലോ, നെഗറ്റീവ് അല്ലേ പറയണം, പോസിറ്റീവ് പറയണം. ഇപ്പൊ അടുത്ത് നിനക്ക് എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. നടക്കൂല. നടക്കും. ദൈവമേ, നിനക്ക് നടക്കൂടാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കല്യാണത്തിന് എന്നെ വിളിക്കണം, ഞാൻ ഈ വാക്ക് മറക്കല്ലേ. വീഡിയോ എപ്പോഴും കാണും യൂട്യൂബിൽ. ഇല്ല മറക്കൂല. ഓക്കെ, സെറ്റ്. അപ്പൊ നന്നായിട്ട് പഠിക്ക്. പ്രേമൊന്നും ഇപ്പൊ വേണ്ട. ഓക്കെ, നന്നായിട്ട് പഠിക്ക്. നീ എത്ര പഠിക്കുന്ന? ഓക്കെ, നടക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ പോവുകയാണ്. ബൈ. ഇനി നമ്മൾ പിരിയ ബന്ധങ്ങൾ മനസ്സുകളൊന്നായി കലരുന്നു. പരസ്പരം അറിയാതിവിടെ നിൻ കണ്ണും എൻ കണ്ണും അറിയാതെ ചേരുന്നു. അറിയാതെ പോകുന്ന നേരങ്ങളും നാം പറയാതെ ചൊല്ലുന്ന കാര്യങ്ങളും. ഹേയ് ഗൈസ്, ഞാൻ ജിമ്മിൽ പോകാൻ പോവുകയാണ്. അതിന് മുമ്പേ ഭയങ്കര വിശപ്പ് എനിക്കും അവന്. അപ്പം ഞാൻ വിചാരിച്ച് ഒരു കിടിലൻ ഷവർമ അടിക്കാമെന്ന് വിചാരിച്ചു. എന്താണ് നിന്റെ അഭിപ്രായം? ഇവിടുത്തെ ഷവർമയെ കുറിച്ച് ഒന്ന് കണ്ടോ? ബ്ലർ നിന്റെ കൈ വന്നടേ. ലോൺ മിനിറ്റ് കഴിച്ചിട്ട് പറയാം. ഇതെന്റെ ഫ്രണ്ടിന്റെ ഷോപ്പാണ്. ഇതാ? യെസ്. ഫ്രണ്ടിനെ കാണാനില്ല, ഫ്രണ്ട് വരുമായിരിക്കും. ഇന്നാളൊന്നപ്പോൾ ഉണ്ടായിരുന്നു, ഞാൻ വിളിക്കുന്നതാ. കഴിച്ചിട്ട് പറയാം. ബ്രോ കഴിച്ചിട്ട് സീന് കില്ലോ. നമ്മളെ ജിമ്മിൽ പറഞ്ഞ ബോയ്ക്ക് ബെസ്റ്റ് ചൈൽഡ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എല്ലാരും കട്ടക്ക് സപ്പോർട്ട് ചെയ്യാം. അവാർഡ് കാണിച്ചോട്. 2 ഉണ്ട്. ഞാൻ ചെമ്മനേർ പൂവിൽ ആദ്യക്കുട്ടനാണ്. അവൻ ചെമ്മനേർ പൂവിൽ ചെമ്മനേർ പൂവിലെ അവൻ ചെമ്മനേർ പൂവിൽ ആദ്യക്കുട്ടനാണ്. അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യാ അല്ലേ? എനിക്ക് ഇനിയും വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ കാരണം മാത്രമാണ്. നിങ്ങൾ ഇനിയും വേണ്ടി ചേരണം. താങ്ക് യു. ജനങ്ങളെ കയ്യിലെടുക്കേണ്ട എല്ലാം അറിയാം. ഗൈസ്, ഇന്നലെ ജിമ്മിന് വന്ന് കിടന്ന് ഉറങ്ങിയത് എനിക്ക് ഓർമ്മയുള്ളൂ, വേറെ ഒന്നും ഓർമ്മയില്ല. വീഡിയോ എടുക്കാനൊക്കെ ജസ്റ്റ് ഒന്ന് ലാഗായി പോയി. ഇന്നതാ വീണ്ടും എഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഗൈസ്, ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പം നാളത്തെ വ്ളോഗ് തൊട്ട് പക്കയായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കടയിൽ സപ്പോർട്ട് ചെയ്യുക. ബൈ. ഞാൻ മൂക്കൂത്തി ഊരി കേട്ടോ.